ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചിപ്പിമോൾ ആരാണെന്നുള്ള സത്യം തിരിച്ചറിയുന്നതിന് വേണ്ടി അനഘ ഇപ്പോൾ ആ ഓർഫണേജിൽ എത്തിയിരിക്കുകയാണ്. അനഘ ആ സ്വാമിജിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അനഘ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒന്നും തന്നെ ആ സ്വാമിജി പറയുന്നില്ല. എന്നിട്ട് അനഘയെ തിരിച്ചു പറഞ്ഞു വിടാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അനഘ പോകാൻ നേരം ആ സ്ത്രീ വന്ന് അനഘയോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ സ്വാമിജിയോട് സംസാരിച്ചത് ഞാൻ കേട്ടിരുന്നു. അവന്തിക എന്നല്ലേ ആ സ്ത്രീയുടെ പേര്? അവരെ എനിക്കറിയാം. ഞാൻ കുറേ വർഷമായി ഇവിടെ ജോലിക്ക് വന്നിട്ട്. ഞാൻ വന്നതിന് ശേഷമുള്ള ദത്തെടുത്തിട്ടുള്ള എല്ലാ രേഖകളെക്കുറിച്ചും എനിക്കറിയാം. അവർ ദത്തെടുത്ത കുഞ്ഞിനെക്കുറിച്ചും എനിക്കറിയാം എന്നൊക്കെ ആ സ്ത്രീ ഇപ്പോൾ അനഘയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് സന്തോഷത്തോടെ അനഘ പറയുന്നു, എങ്കിൽ പറയൂ, ആരാണ് ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, അതൊക്കെ അങ്ങനെ വെറുതെ പറയാൻ പറ്റുന്നതാണോ? നിങ്ങളോട് ഞാൻ ആ സത്യം പറയുന്നത് കൊണ്ട് എനിക്കെന്താ ഗുണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അനഘ പറയുന്നുണ്ട്, ഇത് 5000 രൂപയുണ്ട്, തൽക്കാലം ഇത്രയും ഗുണം മതിയോ? ഇത് കേട്ട് ആ സ്ത്രീ ഇപ്പോൾ മതിയെന്ന് പറഞ്ഞ് ആ പണം വാങ്ങുകയാണ്. ഇനി പറ, ആ കുഞ്ഞിനെ ഇവിടെ ആരാ കൊണ്ടുവന്നാക്കിയത് എന്ന് അനഘ ചോദിക്കുന്നു. ഇത് കേട്ട സ്ത്രീ പറയുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നും 2 പേരാണ്. അവരാണ് ആ കുഞ്ഞിനെ ഈ അനാഥാലയത്തിന് കൈമാറിയത്. അന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ആ സ്ത്രീ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് അനഘയോട്. തമിഴ്നാട്ടിൽ നിന്നും 2 പേര് വന്നിരിക്കുന്നു. അവരാണ് അവിടേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ എന്തൊക്കെയോ സ്വാമിയോട് പറയുന്നുണ്ട്. സ്വാമിയുടെ കാൽക്കലൊക്കെ വീഴുന്നുണ്ട്. ഒടുവിൽ ആ കുഞ്ഞിനെ സ്വാമിയുടെ കയ്യിൽ കൊടുത്തു. വേറെ നിവർത്തിയില്ലാതെ സ്വാമിജി ആ കുഞ്ഞിനെ വാങ്ങുന്നു. ഇതെല്ലാം ആ സ്ത്രീ ജനാലയുടെ അടുത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ അനഘ ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു കുഞ്ഞിനെ കൊണ്ട് കൊടുത്ത ആ തമിഴ് ദമ്പതികളുടെ പേര് എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, മുരുകനും കനിമൊഴിയും എന്നാണ് അവരുടെ പേര് എന്ന് പറയുമ്പോൾ, അവരെവിടെയാണ് താമസിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് അനഘ ചോദിക്കുന്നുണ്ട്. ഉടനെ ആ സ്ത്രീ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, പക്ഷേ അതിന് ഇപ്പോൾ തന്നത് പോരാ. ഇത് കേട്ട് അനഘ വീണ്ടും പൈസ കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി പറയൂ, എവിടെയാണ് ആ കനിമൊഴിയുടെയും മുരുകൻ്റെയും സ്ഥലം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, അത് കുറച്ച് ദൂരെയാണ്, തമിഴ്നാട്ടിൽ കന്യാകുമാരിക്ക് അടുത്താണ്. എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചിരിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ വിവരങ്ങൾ അറിയാവുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അനഘ ചോദിക്കുന്നു, അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, ഈ അടുത്ത കാലത്ത് ഞാൻ അവരെ കണ്ടിട്ടില്ല, വേണമെങ്കിൽ അന്വേഷിച്ച് തരാം എന്നൊക്കെ പറയുന്നു. വേണം, അന്വേഷിച്ച് തരണം, ചേച്ചിയുടെ നമ്പർ ഒന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ച് അനഘ ഇപ്പോൾ ആ സ്ത്രീയുടെ നമ്പറും മേടിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് കമലയാണ്. കമല ഇപ്പോൾ ഒരു തനി നാടൻ പഴകഞ്ഞി കട തുടങ്ങിയിട്ടുണ്ട്. സഹായിക്കാനായി ധനുഷാണ് ഒപ്പമുള്ളത്. കൂടെ ഇപ്പോൾ സന്ദീപും ആതിരയും അവിടേക്ക് വരുന്നു. ആ കടയെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അവർ. ഇതൊക്കെ വല്ലതും നടക്കുമോ അമ്മേ? ഒരു 10 പേരെങ്കിലും ദിവസവും വരുമോ എന്നൊക്കെയാണ് ഇപ്പോൾ സന്ദീപ് ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ വരുമായിരിക്കും എന്ന് കമല പറയുമ്പോൾ ഇത് കേട്ടപ്പോൾ ആതിര പറയുന്നുണ്ട്, കണ്ടറിയണം, എന്തായാലും അമ്മയുടെ ആഗ്രഹമല്ലേ, നടക്കട്ടെ എന്നും പറയുന്നു. അപ്പോൾ കമല പറയുന്നുണ്ട്, അതെ, ഇതെൻ്റെ ആഗ്രഹം തന്നെയാണ്. ഒരു കുടുംബം ഉയർച്ചയിലെത്തുന്നത് എപ്പോഴാണെന്ന് നിനക്കറിയാമോ? അവനവൻ്റെ ജീവിതവും മാർഗവും ഒക്കെ കണ്ടെത്തുമ്പോഴാണ് നമ്മൾ ഉയർച്ചയിലേക്ക് എത്തുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടപ്പോൾ ആതിര ചോദിക്കുന്നുണ്ട്, ഇത് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് പോലെ ഉണ്ടല്ലോ എന്ന്. ഇത് കേട്ട് കമല പറയുന്നുണ്ട്, ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല, ആഗ്രഹങ്ങളുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ പടപൊരുതി ജയിക്കാൻ പറ്റൂ എന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഇത് ക്ലച്ച് പിടിക്കും. വലിയ പണക്കാർ വരെ ഇതുപോലെ നെസ്റ്റാൾജിക്കായ ആഹാരം എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുന്നവരാണ്. എല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്കിത് പൊളിക്കാം എന്നൊക്കെ ധനുഷ് പറയുന്നുണ്ട്. അനൂപും സ്നേഹയും ഇപ്പോൾ അവിടേക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ സമയം അവിടേക്ക് സച്ചി എത്തിയിട്ടുണ്ട്. സച്ചി വരുന്നത് കണ്ട് അനൂപിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അനൂപ് അവിടെ നിന്ന് പോവുകയാണ്. കുട്ടികൾ ഇപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. ഒരു ദിവസം ഞാൻ അർച്ചനയെ അനൂപേട്ടൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും എന്നൊക്കെ ഇപ്പോൾ സച്ചി പറയുന്നുണ്ട്. കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിരുന്നു സച്ചി വന്നത്. ഇപ്പോൾ തന്നെ സമയം കുറേ ലേറ്റായി, നമുക്ക് പോകാം മകളെ എന്നൊക്കെ ആവണി പറയുന്നുണ്ട്. എപ്പോഴാണ് പഴകഞ്ഞിക്കടയുടെ ഉദ്ഘാടനം എന്ന് സച്ചി ചോദിക്കുന്നു. ഇത് കേട്ട് കമല പറയുന്നുണ്ട്, നാളെയാണ് നമ്മുടെ പഴകഞ്ഞിക്കടയിലെ ഉദ്ഘാടനം. നാളെ നേരത്തെ തന്നെ പോന്നേക്ക്, നമുക്ക് പഴകഞ്ഞി കുടിച്ചിട്ട് പോകാം എന്നും പറയുന്നു. അങ്ങനെ ഇപ്പോൾ ആവണിയെയും കുട്ടികളെയും വിളിച്ചുകൊണ്ട് സച്ചി പോവുകയാണ്. അവരങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ധനുഷ് വന്ന് സ്നേഹയോട് ചോദിക്കുന്നുണ്ട്, എന്തായി, അനഘ വിളിച്ചായിരുന്നോ എന്നിങ്ങനെ പതിയെ ചോദിക്കുന്നു. അവൾ അവിടെ എത്തിയില്ലേ? ഇനി അവൾ
കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്ന് സ്നേഹ പറയുന്നു. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് സച്ചി കുട്ടികളുമായി സ്കൂളിലെത്തിയിരിക്കുന്നു. സച്ചി എത്തുന്നതിന് മുമ്പേ തന്നെ അർച്ചന ഗൗരിമോളുമായി സ്കൂളിലെത്തി. ഇപ്പോൾ ഗൗരിമോളെയും കൊണ്ട് അർച്ചന ക്ലാസ്സിലേക്ക് പോവുകയാണ്. അങ്ങനെ അർച്ചന പോകുന്ന സമയത്ത് ചിപ്പിമോൾ ഇപ്പോൾ അവിടേക്ക് വന്ന് അന്ന് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ചിപ്പി. അന്ന് അർച്ചനയോട് ഞാൻ ആൻറ്റിയെ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചിരുന്നു. ആ ഒരു കാര്യമാണ് ചിപ്പിമോൾ ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ അർച്ചനയെ അമ്മയെന്ന് വിളിക്കുന്നുണ്ട് ചിപ്പി. ശേഷം അർച്ചനയുടെ അരികിലേക്ക് ചിപ്പിമോൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് തന്നെ ഓടിയെത്തുകയാണ്. അങ്ങനെ ഇപ്പോൾ അർച്ചന ചിപ്പിമോൾക്ക് വളരെ സന്തോഷത്തോടെ തന്നെ ഒരു ഉമ്മയെ കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് ഗൗരി ചോദിക്കുന്നുണ്ട്, ചിപ്പി നീ എന്താ ഇപ്പോൾ എൻ്റെ അമ്മയെ വിളിച്ചത്? അമ്മ എന്നാണെന്ന് ചിപ്പി പറയുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, ഇത് കൊള്ളാലോ, ചിപ്പിക്ക് എങ്ങനെ അമ്മ ഇത്ര പരിചയം എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതൊക്കെയുണ്ട് അല്ലേ മോളെ എന്നൊക്കെ ചിപ്പിയോട് ചോദിക്കുന്നു. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് ഗൗരി മോൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ശേഷം ചിപ്പി പറയുന്നുണ്ട്, ഒരു ദിവസം ഞാൻ വീഴാൻ പോയപ്പോൾ എന്നെ പിടിച്ചത് ഈ അമ്മയാണ്. അന്ന് അമ്മ എൻ്റെ കാലിൽ മരുന്നൊക്കെ വെച്ച് തന്നു എന്നൊക്കെ ചിപ്പി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അന്ന് ചിപ്പി മോളുടെ കയ്യിലല്ലേ മോളുടെ സ്നാക്സ് കൊടുത്തു വിട്ടത്, ഇപ്പോൾ അതൊന്നും ഓർക്കുന്നില്ലേ എന്ന് അർച്ചന ഗൗരി മോളോട് ചോദിക്കുന്നുണ്ട്. ഉടനെ ചിപ്പി വീണ്ടും പറയുന്നുണ്ട്, അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് ബ്ലഡ് തന്നതും ഈ അമ്മയാണെന്നും ഞങ്ങൾ ഒരേ ബ്ലഡ് ഗ്രൂപ്പാണ് എന്നും ചിപ്പി ഇങ്ങനെ ഗൗരി മോളോട് പറയുന്നു. അതിനെപ്പോഴാണ് അമ്മ ഹോസ്പിറ്റലിൽ പോയത് എന്ന് ഗൗരി ചോദിക്കുന്നുണ്ട്. ഉടനെ അർച്ചന ഇപ്പോൾ പറയുന്നുണ്ട്, അമ്മ തലവേദനയ്ക്ക് ഡോക്ടറെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയതായിരുന്നു. അപ്പോഴാണ് ചിപ്പി മോളെ അവിടേക്ക് കൊണ്ടുവന്നത്. സ്കൂൾ ഗ്രൂപ്പിൽ മോൾക്ക് ബ്ലഡ് ആവശ്യമുണ്ടെന്ന് മെസ്സേജ് വന്നിരുന്നു. അങ്ങനെയാണ് അമ്മ അത് അറിയുന്നതും ചിപ്പി മോൾക്ക് ബ്ലഡ് കൊടുത്തതും എന്നൊക്കെ ഇപ്പോൾ അർച്ചന പറയുന്നത് കേട്ട് ചിപ്പി പറയുന്നുണ്ട്, അമ്മയാണ് അന്ന് എന്നെ രക്ഷിച്ചത്, അന്ന് അമ്മ എനിക്ക് ഉമ്മയും തന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ സന്തോഷത്തോടെ ഗൗരി ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ആയല്ലേ എന്നിങ്ങനെ ഗൗരിമോൾ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ വെറും ഫ്രണ്ട്സ് അല്ല, അതിനേക്കാൾ വലിയ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ എന്നിങ്ങനെ അർച്ചന പറയുമ്പോൾ ചിപ്പിമോൾ പറയുന്നുണ്ട്, അതെ വെറും ബന്ധമല്ല, രക്തബന്ധമാണ് ഞങ്ങൾ തമ്മിൽ എന്നിങ്ങനെ ചിപ്പി പറയുന്നുണ്ട്. അല്ല അമ്മു എന്തു എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവരവിടെ നിൽപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മേ ഞാൻ അവരെ പോയി വിളിച്ചിട്ട് വരട്ടെ, അവരെൻ്റെ നല്ല ഫ്രണ്ട്സാണ്, ഞാൻ അവരെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ ഗൗരി ഇപ്പോൾ പറയുന്നുണ്ട്. ഞാനും ചിപ്പിമോളും ഇവിടെ നിൽക്കാം, മോള് പോയി വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു വിടുകയാണ് അർച്ചന. ഇപ്പോൾ ചിപ്പി അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ഇനി ഗൗരിയെ കൊണ്ടുവിടാൻ എന്നും അമ്മ തന്നെ വരുമോ? ഇത് കേട്ട് അതെന്താ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ എനിക്ക് എന്നും അമ്മയെ കാണാമല്ലോ. ഉടനെ അർച്ചന പറയുന്നുണ്ട്, അതിനെന്താ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം, അപ്പോൾ എനിക്ക് മോളെയും കാണാമല്ലോ എന്നൊക്കെ പറയുകയാണ് അർച്ചന. അങ്ങനെ ഇപ്പോൾ ഗൗരി അമ്മുവിനെയും ഇന്ദുവിനെയും കൂട്ടാനായി വന്നിരിക്കുകയാണ്. ഗൗരി നീ എപ്പോഴാണ് വന്നേ എന്ന് ചോദിക്കുന്നു. ഉടനെ ഗൗരി പറയുന്നുണ്ട്, എൻ്റെ കൂടെ പെട്ടെന്ന് വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം, എൻ്റെ അമ്മ വന്നിട്ടുണ്ട് എന്ന് ഗൗരി അവരോട് പറയുന്നുണ്ട്. അത് കൊള്ളാലോ, എന്നാൽ പിന്നെ നമുക്കിപ്പോൾ തന്നെ പോയി കാണാം, എത്ര നാളായി നീ അമ്മയെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ അമ്മുവും ഇന്ദുവും കൂടി ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഗൗരി മോളിപ്പോൾ രണ്ടുപേരെയും കൂട്ടി അങ്ങോട്ടേക്ക് അർച്ചനയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് സ്കൂളിലെ ബെല്ലടിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല. അയ്യോ ബെല്ലടിച്ചു, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് തിരിച്ചു പോയാലോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. സാരമില്ല, സെക്കൻഡ് ബെല്ലിന് മുമ്പ് നമുക്ക് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് ഇന്ദു പറയുന്നു. അങ്ങനെ പറഞ്ഞ് അവർ അർച്ചനയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ടീച്ചർ കുട്ടികളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ടീച്ചർ വന്നിട്ട് പറയുന്നുണ്ട്, ബെല്ലടിച്ചതിന് ശേഷം ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ടീച്ചർ അവരെ വഴക്ക് പറയുകയാണ്. അമ്മയെ കാണാനാണ് എന്ന് പറഞ്ഞിട്ട് പോലും ടീച്ചർ ഇപ്പോൾ അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഇപ്പം നിരാശയോടെ അവർ 3 പേരും ക്ലാസ്സിലേക്ക് പോവുകയാണ്. ചിപ്പി ഇപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്, അവരെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ബെല്ലടിച്ചത് കൊണ്ട് ക്ലാസ്സിൽ കയറിയതായിരിക്കും, സെക്കൻഡ് ബെല്ലും അടിച്ചു, ഇനി ഞാൻ പോകട്ടെ എന്ന് ചിപ്പി അർച്ചനയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ക്ലാസ്സിലേക്ക് ചിപ്പി മോളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അർച്ചന. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ധനുഷും സ്നേഹയും വീടിന് വാതിക്കൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ അനഘ അവിടേക്ക് എത്തുന്നു. അവർ രണ്ടുപേരും അനഘയെ കാത്തിരിക്കുകയായിരുന്നു. എന്തായി പോയ കാര്യം, എന്തെങ്കിലും വിവരം കിട്ടിയോ, അതോ യാത്ര വെറുതെ ആയോ എന്നൊക്കെ ധനുഷ് ഇങ്ങനെ അനഘയോട് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിപ്പോൾ അനഘ പറയുന്നുണ്ട്, ഇല്ല നമ്മുടെ യാത്ര കറക്റ്റായിരുന്നു, എന്തെങ്കിലും ചെറിയ വിവരം മാത്രമല്ല, ആ കുട്ടിയെക്കുറിച്ചുള്ള ശരിക്കുള്ള ഡീറ്റെയിൽസ് കിട്ടി,
നമ്മൾ സംശയിച്ചത് ശരിയാണ്. ആ കുട്ടിയെ ശരിക്കും ചേച്ചി ദത്തെടുത്തത് തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ രണ്ടുപേരോടും പറയുകയാണ് അനഘ. 3 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ചേച്ചി കുട്ടിയെ അവിടെ നിന്ന് ദത്തെടുത്തത്. അവിടെയുള്ള ആ ജോലിക്കാരി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം നമുക്കറിയാൻ സാധിച്ചത് എന്നൊക്കെ അനഘ ഇപ്പോൾ അവരോട് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ധനുഷ് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ശരിക്കും എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഒരു കുട്ടിയെ വളർത്താനുള്ള സ്നേഹവും വാത്സല്യവും ഒന്നും അവന്തികയ്ക്കില്ല. അവൾക്ക് എല്ലാവരോടും പകയും ദേഷ്യവും മാത്രമാണ്. ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും നിഗൂഢ പദ്ധതി അവന്തികയ്ക്കുണ്ട്. എന്തെങ്കിലും ലക്ഷ്യം കാണാതെ അവൾ ഒന്നും ചെയ്യില്ല. ഇത് കേട്ട് സ്നേഹ പറയുന്നുണ്ട്, എന്ത് ലക്ഷ്യം? ചിലപ്പോൾ മനസ്സ് മാറിയതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ ചേച്ചിയെ ആ ഗണത്തിൽ കൂട്ടണ്ട. ചതിക്കാനും വഞ്ചിക്കാനും മാത്രമേ അവർക്കറിയൂ. ധനുഷേട്ടൻ പറഞ്ഞതാണ് ശരി. ഇതിനു പിന്നിൽ എന്തോ ഉണ്ട്. അത് കണ്ടുപിടിക്കലാണ് ഇനി നമ്മുടെ ജോലി എന്ന് അനഘ പറയുന്നു. ഇനി അവരെ അന്വേഷിച്ച് തക്കലയ്ക്ക് പോകാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് സ്നേഹ. എന്തു ഗൂഢ പദ്ധതിക്കായാലും അവരൊരു കുഞ്ഞിനെ ദത്തെടുത്തത് എന്തിനാണെന്ന് സ്നേഹ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലേ, നീ കാര്യങ്ങൾ മനസ്സിലാകാതെ സംസാരിക്കരുത്. ഒരു കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ നിന്ന് ദത്തെടുക്കുമ്പോൾ തന്നെ ചില നടപടിക്രമങ്ങളൊക്കെയുണ്ട്. അതെല്ലാം എന്താണെന്ന് വല്ലതും അറിയുമോ എന്നൊക്കെ ധനുഷ് ഇങ്ങനെ സ്നേഹയോട് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ അറിയേണ്ടത് എന്നും ധനുഷ് പറയുന്നുണ്ട്. എന്തായാലും അവന്തിക എന്തിനാണ് ആ കുഞ്ഞിനെ ദത്തെടുത്തതെന്ന് അറിയാനുള്ള ആ ഒരു അന്വേഷണം തുടരുക തന്നെയാണ് അവർ 3 പേരും. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.